അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ട് ഞാൻ 1:30 ആയിരുന്നു. അപ്പോൾ കുറച്ച് വിറക് ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഞാനതുപോലെ വന്നിട്ട് കുറച്ച് വിറകിനൊക്കെ പോകുമ്പോൾ റബ്ബറും കാടും തൊട്ട് അടുത്തൊക്കെ. അപ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടാവണം, പോയേക്കാൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെയാണെന്നും കൊണ്ടുവന്നുണ്ട്. അപ്പോൾ മഴ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഉച്ചരിയുമ്പോഴേക്കും മഴ വരുന്നുണ്ട്. പിന്നെ അതിനകത്തൊക്കെ ഒന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് രണ്ടും ഇന്നലെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ അത് ഞാൻ അതിന് കുറേ എടുത്ത് കത്തിച്ചു. അപ്പം ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടേ കത്തിക്കാൻ പാകത്തിനാക്കിയിട്ട് നമുക്കിങ്ങനെ കെട്ടി വെച്ചിട്ട് അവിടെ ഉള്ളിൽ റാക്കുണ്ട് അടുക്കളയായിട്ട്. അപ്പോൾ മഴ വരുമ്പോൾ നനയണ്ട ഇഷ്ടം. അപ്പോൾ ഇതിനകത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം കടന്നുറങ്ങണമെന്നില്ല. അപ്പോൾ ഇത് ആദ്യം കൂടെ എടുത്തേക്കട്ടെ. മഴ പെയ്താൽ ഇതൊക്കെ നല്ല ഉണങ്ങിയതാട്ടോ. അപ്പം ഇതാകെ നനയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യുക, അടുക്കളേൻ്റെ അവിടെ റാക്കുണ്ട്. അട്ടല്ല കേട്ടോ, റാക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. ഇവിടെ കണ്ടാൽ ചിലപ്പോൾ ഇനി നമ്മളെ വിറക് കൊണ്ടുവരാൻ തോന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ തോന്നില്ല കേട്ടോ. വിറക് ഇല്ലാണ്ട് ഇവിടെ നമുക്ക് വേഗം പോയി കൊണ്ടുവരും. അപ്പം എന്താ അതിൻ്റെ മേലേക്ക് വയ്ക്കുക. ഇപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെച്ചിട്ടുണ്ട്, കുറച്ച് മണ്ണുള്ളത് കത്തിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനേ നമ്മുടെ ഈ പാടത്തില്ലേ, അല്ല പാടത്തല്ല, അവിടെ കബറും തോട്ടയില്ലേ പയറിൻ്റെ വള്ളി, അത് വെച്ചിട്ടാണ് കെട്ടിക്കോണേ. നല്ല ഉറപ്പുള്ള വള്ളി, അത് വെച്ചിട്ടാണ് നീ വിറക് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കെട്ടാക്കിയിട്ട് വെച്ചു കേട്ടോ. ഇതിനിങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് അട്ടത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. ശരി, ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. വേണ്ടോ, ഇത് ഞാൻ ഇതിൻ്റെ മേലെ ഈ കോണി വെച്ചിട്ടുള്ള കയറിൽ അവിടെ എത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ കൂടെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് വെക്കും. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, വിറകിടാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ണ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഇരുട്ടാണ്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഞാനേ അങ്ങനെ ആ വിറകൊക്കെ അതിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കട്ടെ. അത് നല്ല പോലെ കത്തുണ്ട്. റബ്ബറിൻ്റെ വിറക് ഏറ്റവും വൈക്കിച്ചാൽ ഒരുപാട് വിറകുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം മടിയൊക്കെയായിരുന്നു കേട്ടോ വിറകിന് പോകുമ്പോൾ. പക്ഷേ നമ്മളെ ആവശ്യത്തിന് നമ്മൾ തന്നെ പോകണ്ടേ. അപ്പോൾ 2 ദിവസം മുന്നേ ഗ്യാസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഗ്യാസ് നിറച്ചു. അപ്പോൾ ഇതിങ്ങനെ കത്തുന്ന രാവിലെയൊക്കെ എനിക്ക് നല്ല സുഖമായിട്ട് അങ്ങനെ കത്തുമ്പോഴേ. അപ്പോൾ നമുക്കിങ്ങനെ ഇന്ന് ഞാൻ പോകണം വിചാരിച്ചാണ്. അപ്പോൾ എന്താ ഒരു ഈ വിറകൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ പൂവാച്ചിട്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി മേലെ വെക്കട്ടെ. കുക്കറിലായിട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ തണുക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഒക്കെ കൊള്ളിട്ട് ഇതായിട്ടുണ്ട്. അരി ഫുള്ള ഇതൊക്കെ തിളക്കുന്നുണ്ട് കേട്ടോ. അരി വയ്ക്കുന്നത് 2 നേരം ചോറ് വയ്ക്കുന്നത്. പരിപ്പുണ്ട്. രാജേട്ടനെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടാകും കേട്ടോ, വത്തളായിരുന്നു. അപ്പോൾ ഞാനതിൽ വെറുതെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഉള്ളിലൊക്കെ ചതയ്ക്കണത്. പിന്നെ കറി വെക്കാൻ ഞങ്ങൾ മുരിങ്ങ താളിക്കാം. അപ്പം ഇനി തിരുമ്പാനും കിട്ടും. ഒരുപാട് പണികളുണ്ട്. ഇനി പുഴാളെന്ന് കൂട്ടുകയറ്റണം. കാണിച്ചു തരാം കേട്ടോ പുഴാളെ. പിന്നെ 2 ഇല മുരിങ്ങ പൊട്ടിക്കുക. എന്താ പറയുമോ, താളിക്കും ചെയ്യുക, ആ മീനോട് വറക്കുകയും ചെയ്യുക. അപ്പോൾ അതാ നമ്മളിവിടെ മുരിങ്ങ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് വെട്ടലാട്ടോ. അപ്പം ഇത് നമുക്ക് താളിക്കാം. മുരിങ്ങ താളിച്ചതും വത്തളമീൻ വറുത്തതും. പിന്നെ രാത്രി ആകുമ്പോൾ അധികം കറിയൊന്നും വേണ്ട. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കറി വേണം. നമുക്ക് കുറച്ചും കൂടെ കറക്കാം കേട്ടോ. മതി കേട്ടോ, ഇത്ര കഴിക്കണ്ടേ. മഴ പെയ്യുകൊണ്ട് നല്ല ഇലയാണ് കേട്ടോ, ചളിയൊക്കെ പോയിട്ട്. അപ്പം ഇനി ഇത് കറി വെക്കാൻ പോകണം. തിരുമ്പിയിട്ടില്ല കേട്ടോ. ഈ വിറകെടുത്ത് വയ്ക്കുന്നതാവുകൊണ്ടേ പിന്നെ ഇപ്പോൾ 1 പണിക്ക് ഉണ്ടായിരുന്നു. സേനയുടെ ആൾക്കാർ ഇത് തെറ്റി വെച്ചിട്ടുള്ളതാണ്, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷം കേട്ടോ. നമ്മൾ ഡെയിലി എന്തെങ്കിലും വീഡിയോ ഇടണ്ടേ വെച്ചിട്ട് കുറേ ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും ഇന്നും ഇടണ്ടേ വെച്ചിട്ടേ അപ്പം ഞാനിന്നൊരു വീഡിയോ ഇട്ടാണേ.
എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, ലൈക്ക് ചെയ്ത് ഷെയർ ആക്കാം. അത്രയും